അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ. അയോധ്യ രാമസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന ദിവസം ഇന്നാണ്. സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ രാം ദർബാറിൽ രാവിലെ 11 മണിയോടെയാണ് പ്രതിഷ്ഠിക്കുക. ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും ഇതിനോടൊപ്പം നടക്കും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സാന്നിധ്യമാകും. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 11 മണിക്കാണ് പ്രധാന ചടങ്ങ് നടക്കുന്നത്, പ്രാണപ്രതിഷ്ഠാ കർമ്മം. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെയും ഇപ്പോൾ പുരോഗമിക്കുകയാണോ? വീണ, ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. കാശിയിൽ നിന്നും മറ്റുമുള്ള പ്രധാനപ്പെട്ട പൂജാരിമാരുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ 11 മണിക്ക് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. ഇത് ഏതാണ്ട് 1 മണി വരെ നീണ്ടു നിൽക്കും. പ്രധാനമായും രാം ദർബാറിലെ പ്രാണപ്രതിഷ്ഠയാണ് ആദ്യം നടക്കുന്നത്. രാം ദർബാറിനൊപ്പം ബാക്കി 7 ഉപദേവതകളുടെ പ്രതിഷ്ഠ കൂടി ഇന്നിപ്പോൾ നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. കളഭ ഘോഷയാത്രയും അതുപോലെ തന്നെ മറ്റ് മന്ത്രോച്ചാരണവും ഒക്കെ അയോധ്യ നഗരം കഴിഞ്ഞ 2 ദിവസമായി വലിയ ആഘോഷത്തിലും ഭക്തി സാന്ദ്രവുമാണ്. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കൂടി ആരംഭിക്കും. അതേസമയം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നത്തെ ചടങ്ങിന്റെ ഭാഗമാകാനായി എത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ 53ാമത്തെ ജന്മദിനം കൂടിയാണ്. ജന്മദിന ദിവസം യോഗി അയോധ്യയിലെത്തി ഈ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകുന്നു. ഒപ്പം മറ്റ് ചില പൊതുപരിപാടികളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അയോധ്യയിൽ സരയൂ ജയന്തി ആഘോഷം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സരയൂ ജയന്തി ദിനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠയും നടക്കുന്നത്. അതിനുശേഷം മഹന്ത് നിത്യഗോപാൽ ദാസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും UP മുഖ്യമന്ത്രി പങ്കെടുക്കും. അതിനുശേഷമാകും അദ്ദേഹം മടങ്ങുക. എന്തായാലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് 11 മണിക്ക് തുടക്കമാകും. ഗൗതം, അതേസമയം മിറോൾ മസ്ക് അടക്കം പ്രമുഖർ കൂടിയുണ്ട് ഇന്നത്തെ ദർശനത്തിന്. അവിടെ ഒട്ടനവധി പേർ ഇന്ന് കൂടുതലായി ഒരു പ്രത്യേക ദിവസം കണക്കിലെടുത്ത് കൂടുതലായി എത്തുന്നുണ്ട് എന്നുമാണ് കണക്ക്. എത്രത്തോളം വലിയ ഭക്തരുടെ ഒരു കൂട്ടമുണ്ട് അവിടെ? വീണ, ഭക്തജനങ്ങൾക്ക് ഇന്നിപ്പോൾ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് അയോധ്യയിൽ വളരെ കൂടുതലാണ്. പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠാ സമയം വളരെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക. ഇക്കാര്യം നേരത്തെ തന്നെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയതാണ്. ഇന്നത്തെ ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളത്. എന്തായാലും അയോധ്യ നഗരത്തിലേക്ക് ധാരാളം ഭക്തർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് കഴിഞ്ഞ 3 ദിവസമായി തന്നെ അയോധ്യയിൽ അനുഭവപ്പെടുന്നു. അതിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും രാമജന്മഭൂമിയിലെത്തി രാംലല്ലയുടെ ദർശനം തേടുന്നുണ്ട്. പ്രത്യേകിച്ച് സരയൂ ജയന്തി ദിനത്തിൽ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു എന്നതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. സരയൂ ജയന്തി എല്ലാ വർഷവും അയോധ്യയിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠയും നടക്കുന്നത്. ഇതിലേക്കാണ് ആയിരങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. ഓക്കെ, ശരി ഗൗതം.